UDF-ന്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയാവുന്നത് ഒരു ചീഫ് മിനിസ്റ്റർ ക്യാൻഡിഡേറ്റ് കാണിക്കാനായിട്ട് ഒരാളില്ല. അല്ല, റീസെന്റ് ടൈംസിൽ കോൺഗ്രസ് എവിടെയാ CM കാൻഡിഡേറ്റിനെ ഉയർത്തി കാണിച്ച് മത്സരിച്ചില്ലെന്ന് എനിക്കറിയില്ല. ഇല്ല ആരും ജയിച്ചിട്ടുണ്ടല്ലോ. കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടല്ലോ. കോൺഗ്രസ് പിന്നെ തെലങ്കാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേതാവുണ്ട്. അല്ല, അതൊക്കെ ഓക്കെ. ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരുപാട് നേതാക്കന്മാരും നല്ല മുഖങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇപ്പം നിങ്ങൾ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് എനിക്കറിയില്ല കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി പറയാൻ ഞാൻ ആളല്ല, ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിൽ എന്നോട് ചോദിക്കുന്നത്, പക്ഷേ എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ഞാൻ പറയുന്നത് അടുത്ത ഇലക്ഷനിൽ CPM-ൻ്റെ ഫേസ് ആരാ? CM എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയൻ ഒന്ന് ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിൻ്റെ ഏറ്റവും അങ്ങേ തലയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പാർട്ടിക്കുള്ളിൽ അല്ല, ഒരു 40,000 വോട്ട് പുരുഷനായ സ്ഥലമല്ലേ 12,000 കുറഞ്ഞത്. ഒന്ന് ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് CM നിൽക്കുന്നത്. രണ്ട്, അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കകത്ത് വലിയ വികാരമുണ്ട് CPM-നകത്ത്. 3, സാമൂഹിക ഘടകങ്ങൾ പൂർണ്ണമായും CPM-നെതിരാണ്, പൂർണ്ണമായിട്ട് എതിരാണ്. കഴിഞ്ഞ തവണ CPM-ന് കിട്ടിയിട്ടുള്ള സെഗ്മെൻറ്റുകളിലെ വോട്ടുകളൊന്നും ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. അത് പൂർണ്ണമായും അവർക്കെതിരാണ്. ചേലക്കരയിൽ പോലും 40,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 12,000 വോട്ടിനാണ് അവർ രക്ഷപ്പെട്ടത്. അത് സൂചിപ്പിക്കുന്നത് ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നിയമസഭാ ഇലക്ഷൻ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി നടക്കുന്ന സമയത്ത് UDF-ന് അനുകൂലമായിട്ടുള്ളൊരു വലിയ തരംഗം കേരളത്തിലുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടത് കോൺഗ്രസിന്റെ അല്ല UDF-ന്റെ നിയമസഭാ കക്ഷിയല്ല. ഞാൻ എങ്ങനെയാ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. എനിക്ക് UDF അധികാരത്തിൽ വരണം, ഈ ഇടതുപക്ഷ സർക്കാർ പുറത്തു പോകണം, പിണറായി സർക്കാർ പുറത്തു പോകണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. BJP-ക്ക് ഞാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കിട്ടാൻ പോകുന്നില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM മുഴുവൻ മന്ത്രിമാരെയും ഇറക്കി, അവരുടെ മുഴുവൻ സംവിധാനങ്ങളും പണക്കൊഴുപ്പും ഇറക്കി നടത്തിയ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹവും നേരിട്ടിറക്കിയ പ്രവർത്തനത്തിനൊടുവിലും അവർക്ക് പാലക്കാട് 3ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം വളരെ താണു. അതിൻ്റെ അർത്ഥം CPM-നെതിരായിട്ടുള്ള വികാരം താഴെ ഉണ്ടെന്നുള്ളതാണ്. രണ്ട്, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അവിടെ UDF ഒറ്റക്കെട്ടായി നേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു വലിയ വിജയം UDF-നെ കാത്തിരിക്കുന്നുണ്ട്. ഒരു തർക്കമില്ല. ഇത്രയും ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടും അത് മുതലെടുക്കാൻ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന് കഴിയാതെ പോയത്? തീർച്ചയായും ചേലക്കരയിൽ UDF-ന് കഴിഞ്ഞതുകൊണ്ടാണല്ലോ ഭൂരിപക്ഷം ഇത്ര താഴെ. ഭൂരിപക്ഷം എവിടെ താങ്ങുന്നത്? അത് രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. രാധാകൃഷ്ണൻ CPM 2021 അതൊരു സ്പെഷ്യൽ സിറ്റുവേഷനിൽ നടന്ന, ഇത് വേറെ സ്പെഷ്യൽ സിറ്റുവേഷൻ അത്രയല്ലേ ഉള്ളൂ. എന്നിട്ടും ജയിച്ചു. അല്ല, അത് കാര്യമില്ല. ഞാൻ പറയുന്നത് ചേലക്കര പോലെ കുറേ വർഷങ്ങളായിട്ട് CPM-ൻ്റെ എനിക്ക് ചേലക്കര അറിയാം. ഞാൻ മത്സരിച്ച ഷൊർണൂരിൻ്റെ തൊട്ടടുത്താണ് ഈ മണ്ഡലം ഉള്ളത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയാം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ചെയ്യാവുന്ന പരമാവധി നല്ല ഫൈറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിൽ ഉള്ളൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇല്ല, അത് കാര്യമാണ്. വേറൊരു റീസൺ, BJP അവിടെ വളരെയധികം വോട്ട് കൂട്ടിയിട്ടുണ്ട് ചേലക്കര. അവിടെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്. കാരണം ചേലക്കര തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണ്. തൃശ്ശൂരാണ് BJP-ക്ക് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രൽ വിക്ടറി കിട്ടുന്നത്. ആ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണ് ചേലക്കരയിലെ ഇലക്ഷന് നേതൃത്വം കൊടുത്തത്. ചേലക്കരയിൽ വാസ്തവത്തിൽ തിരുവില്ലാമല പഞ്ചായത്ത് നേരത്തെ BJP ഭരിച്ച പഞ്ചായത്താണ്. BJP-ക്ക് അവിടെ ഒരു ഇൻക്രീസും ഉണ്ടായിട്ടില്ല. ഉണ്ടായി എന്ന് പറയുന്നത് തെറ്റാണ്. BJP-ക്ക് ഉണ്ടായ ഇൻക്രീസ് അല്ല. അപ്പം അതൊരു ഇൻക്രീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം അതല്ല നിലവിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവർ ക്ലെയിം ചെയ്യുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഇൻക്രീസ് അവിടെ ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒക്കെ സാന്നിധ്യം കൊണ്ടുണ്ടാകാവുന്ന ആ ജയിക്കാൻ പക്കവണ്ണം അവരെന്താ പറഞ്ഞിരുന്നത്? 45,000 കിട്ടും, 50,000 കിട്ടുന്നല്ലേ പറഞ്ഞിരുന്നത്. അവിടേക്കൊന്നും എത്തിയില്ലല്ലോ. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു സാധാരണ ഇൻക്രീസിനപ്പുറം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെ നടത്തിയിട്ടുള്ള പണക്കൊഴുപ്പിൻ്റെ പ്രചാരണത്തിന് ഇതൊക്കെ നടത്തിയിട്ട് പോലും അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം കേവലം ഇത് തെളിയിക്കുന്നത്, തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇമേജും ഒപ്പം സംസ്ഥാനത്ത് CPM-ന്റെ സഹായം കൊണ്ട് കിട്ടിയ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അപ്പുറം ഒന്നുമില്ല. CPM-ന്റെ സഹായം എങ്ങനെയാണ് പറയുന്നത്? CPM-ന്റെ സഹായം കിട്ടിയിട്ടുണ്ടല്ലോ. 2019-നേക്കാൾ 2024 കൂടിയിട്ടേ ഉള്ളൂ. കോൺഗ്രസിന് വോട്ട് കൃത്യമായിട്ട് 70,000 വോട്ട് കുറയുകയും ആ വോട്ട് BJP-ക്ക് കൂടുകയും ചെയ്തത്.
പിന്നെ വോട്ട് ഇങ്ങനെ മാത്രമല്ലല്ലോ, CPM തൃശ്ശൂരിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടാണ്. ഞാൻ വലിയ പൂർണ്ണമായിട്ട് കിടക്കുന്നില്ല. പക്ഷേ അനുകൂലമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ വേണ്ടി സുരേഷ് ഗോപിക്കൊരു അല്ലെങ്കിൽ BJP ജയിക്കാൻ ഇടയാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ വേണ്ടി CPM ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അപ്പൊ ഈ അങ്ങനെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടാൽ കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പോകും അല്ല, എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് എന്നല്ല, ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യണല്ലോ. കോൺഗ്രസിൻ്റെ എല്ലാ വോട്ടും ആരുടെയും എന്താ പറയുക, ഇന്ന വോട്ട് ഇന്നയാളെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇന്നയാൾ ജയിക്കുന്ന ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലോട്ടിംഗ് വോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ കുത്തകയൊന്നുമല്ലോ വോട്ടുകൾ.